അതിജീവിത മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ആശുപത്രിയിൽ നിന്നുള്ള അറിയിപ്പാണ് വരുന്നത്. ഞാൻ കുറച്ചു മുമ്പ് ഇവരെ അറിഞ്ഞിരുന്നു. വളരെ വേദനാജനകമായ ഒന്ന് ഇവിടെ പറഞ്ഞതുപോലെ വളരെ ക്രൂരമായ മറ്റൊരു കൊലപാതകം. അതിൻ്റെ ഏറ്റവും ഗൗരവമായി ഞാൻ കാണുന്നത് ഒരു അതിജീവിത തന്നെ, ഒരു ഇരയായ വ്യക്തി തന്നെ വീണ്ടും ഇരയാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നതും അതിൻ്റെ അകത്തുണ്ടാകുന്ന പ്രതിഷേധം കനക്കുന്നതും അവിടെയാണ്. ഇങ്ങനെ വരുന്ന വ്യക്തികൾ, കുട്ടികൾ പലപ്പോഴും അവർ വീണ്ടും ഇതിനുള്ള സാഹചര്യങ്ങളിൽ തന്നെ ജീവിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർക്കുള്ള ഒരു പരിരക്ഷ എത്രമാത്രം നമുക്ക് കൊടുക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റിന് കൊടുക്കാൻ കഴിയുന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് ഇത് ആദ്യത്തെ ഇൻസ്റ്റൻസ് വാളയാർ സമീപകാലങ്ങളിൽ വന്ന ഒന്നാണ്. ഇരയാക്കപ്പെടുന്നവർ വീണ്ടും വീണ്ടും ഇരയാക്കപ്പെടുകയാണ്. ഇവരുടെ റീഹാബിലിറ്റേഷൻ, ഇങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതാണല്ലോ. അപ്പൊ ഇവരുടെ റീഹാബിലിറ്റേഷൻ എത്രമാത്രം എഫക്റ്റീവായി പോകുന്നുണ്ട്, ഇവർക്ക് പിന്നെ ഉണ്ടാകുന്ന ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഇടപെടൽ എത്രമാത്രം ഉണ്ടാകുന്നുണ്ട്, ഇവരെ കൃത്യമായ നിലയിൽ ഫോളോ അപ്പ് ചെയ്യാൻ, ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ തടയിടാൻ കഴിയുകയുള്ളൂ. ഈ കുട്ടി തന്നെ ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിജീവിതയാണ്. ആ ഒരു അതിജീവിതയായ വ്യക്തിയെ വീണ്ടും ഇതേ നിലയിലേക്ക് തള്ളിവിടുമ്പോൾ അവിടെ ഒരു സിസ്റ്റത്തിന്റെ അട്ടർ ഫെയിലർ ആണ് അവിടെ കാണാൻ കഴിയുന്നത്. ലോ ആൻഡ് ഓർഡർ സിസ്റ്റം അടക്കമുള്ള കാര്യത്തിൽ പോലീസിന്റെ വീഴ്ചകൾ മറ്റൊരു പറഞ്ഞു. ഞാൻ ഇപ്പോൾ പൊളിറ്റിക്സ് ഒന്നും ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ പാലക്കാട് ഇൻസിഡൻസ് നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒന്നാണ്. അവിടെ പോലീസിന് ആക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കപ്പെടാമായിരുന്ന കൊലപാതകമാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ്. ഈ വ്യക്തി അതിനെ അഡിക്റ്റഡ് ആണെന്ന നിലയിലൊക്കെ വരുന്നുണ്ട്, റിപ്പോർട്ട് വരുന്നുണ്ട്. എൻ്റെ നിജസ്ഥിതി എനിക്കറിയില്ല. എങ്കിൽ പോലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നവർ നോർമൽ പീപ്പിൾ അല്ല. അവർ ഡ്രഗ് അഡിക്റ്റോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ, മദ്യത്തിന്റെ എല്ലാം മയക്കുമരുന്നിന്റെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും അവരിൽ ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഇത്ര ക്രൂരമായ രീതിയിൽ ഒരു മനുഷ്യനോട് പെരുമാറാൻ മറ്റൊരാൾക്ക് കഴിയുകയില്ല. അപ്പം ഇത് മയക്കുമരുന്ന് വ്യാപകമാണ് എന്നുള്ളതിനെ കുറിച്ച് സംശയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ട്, സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടുള്ള എത്രയോ ഇൻസ്റ്റൻസസ് നമ്മൾ ചർച്ച ചെയ്തു. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം എത്രയോ കണ്ടതാ. അതിൻ്റെ അകത്തൊക്കെ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നതാണ്. കുട്ടികൾ അവരുടെ പല പെരുമാറ്റങ്ങളും നമ്മളെപ്പോലും ഭയപ്പെടുത്തുന്ന നിലയിൽ കാണാൻ കഴിയുന്നു. അപ്പൊ ഇതൊക്കെ ചുമ്മാ ലളിതമായി എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പൊ വളരെ 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 സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഇടപെടൽ കൃത്യമായ നിലയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഈ കുട്ടിയെ സംബന്ധിച്ച് അതിന്റെ ജീവിത പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറെ ബുദ്ധിമുട്ടുകളുണ്ടായ ഒരു വ്യക്തിയാണ് ഈ കുട്ടിയെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളതിന് വീണ്ടും വൾണറബിൾ ആണ്. അതുകൊണ്ട് അവരുടെ ഒരു പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും ഗവൺമെന്റ് കൂടുതൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ക്വിക്ക് ആക്ഷൻ ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പ്രതികരിക്കാനുള്ളത്. ശരി, അനൂപ് ജേക്കബാണ് പ്രതികരിച്ചത്.